ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിതിപ്പം അർമേനിയയിലെ ഞങ്ങളുടെ 3rd ഡേ ആണ്. അതായത് സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് അർമേനിയാണ് ഇന്നത്തെ നമ്മളുടെ മെയിൻ ഫോക്കസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ? ആദ്യമേ തന്നെ നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഒരു എജ്മിയാറ്റിൻ കത്തീഡ്രലിലേക്കാണ്. ഇത് ശരിക്കും അർമേനിയയിലെ ആദ്യത്തെ കത്തീഡ്രൽ, അതുപോലെ തന്നെ വേൾഡിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന കത്തീഡ്രലുകളിൽ ഒന്നാണ് ഇത്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ കാണുന്നത് അന്നത്തെ ഒരു രാജാവും അതുപോലെ ഇവരുടെ ബിഷപ്പായിരുന്ന ഗ്രിഗറി ദ ഇലുമിനേറ്ററിൻ്റെയും കൂടെ ഒരു പിക്ചറാണ്. കാരണം ഗ്രിഗറി ദ ഇലുമിനേറ്ററാണ് ഇതിൻ്റെ സ്ഥാപകന്. ഏതാണ്ട് AD 301 സ്ഥാപിച്ച ഒരു കത്തീഡ്രലാണിത്. അതുപോലെ തന്നെ നമ്മൾ ഉള്ളിൽ കയറിയിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുവാണെങ്കിൽ ആ ഒരു വോളിൻ്റെ 2 സൈഡിലായിട്ട് 2 അപ്പസ്തോലന്മാരുടെ ഫോട്ടോസ് ഉണ്ട്. ബർത്തലോമിയുടെയും അതുപോലെ തന്നെ തദേവൂസിൻ്റെയും. അതുപോലെ തദേവൂസ് ഇന്നലത്തെ വീഡിയോസിലൊക്കെ കണ്ടല്ലോ, ഈശോയിനെ കുത്തിയിട്ടുള്ള ആ ഒരു കുന്തത്തിൻ്റെ ആ ഒരു പാർട്സ് എടുത്തിട്ടായിരുന്നു അവർ ക്രിസ്ത്യാനിറ്റി പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടിലേക്ക് വന്നത്. അതുപോലെ തന്നെ ബർത്തലോമി ഇവിടെ വന്നപ്പോഴത്തേക്കും മാതാവിൻ്റെ ഒരു ഫോട്ടോ, യേശുവിൻ്റെ അമ്മ മാതാവിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് വന്നത്. അതുകൊണ്ടാണ് ഈ 2 ഫോട്ടോ വെച്ചിട്ട് ഇപ്പോൾ ഈ പിക്ചറിൽ തന്നെ മാതാവിൻ്റെ ഫോട്ടോ കയ്യിലിരിക്കുന്നത് കാണുന്നില്ലേ, അത് വെച്ചിട്ടാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വാള് പണിത് വെച്ചിരിക്കുന്നത്. ഈ ഒരു കത്തീഡ്രലിനുള്ളിൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ സെമിനാരി ഉണ്ട്, അതുപോലെ ബിഷപ്പ് ഹൗസ് ഉണ്ട്, പിന്നെ ഇവരുടെ മെയിനായിട്ടുള്ള കോൺക്ലേവ് കൂടുന്ന ആ ഒരു സംഭവങ്ങളെല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോരോ ബിൽഡിംഗ് ആണ് ഇതിൻ്റെ പല സൈഡുകളിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ ഇതിൻ്റെ പല സൈഡുകളിലായിട്ട് കാഷ്കാസ് നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പം വേൾഡിലെ ഏറ്റവും വലിയ കാഷ്കാസ് ആണെന്ന് പറയുന്നത്. അതിൻ്റെ ലെങ്ത് ഏതാണ്ട് 7 മീറ്ററോളം അതിന് നീളമുണ്ട്. പിന്നെ ഈ കത്തീഡ്രൽ ഇവിടെ വന്നതിന് പുറകിൽ ഒരു സ്റ്റോറിയും കൂടിയുണ്ട്. അതായത് ഇത് ഇവരുടെ മദർ കത്തീഡ്രലായിട്ട് വന്നതിൻ്റെ പുറകിൽ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ മതസ്ഥാപകനായിരുന്ന ഗ്രിഗറി ദ ഇലുമിനേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ ബിഷപ്പ് ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരന് രാത്രിയിൽ ഒരു ദർശനം ഉണ്ടായി. അതായത് സ്വർഗത്തിൽ നിന്ന് ഒരു മാലാഖ വന്ന് ഒരു സ്വർണത്തിൻ്റെ ഒരു ചുറ്റിക വെച്ചിട്ട് പ്രത്യേക ഒരു സ്പോട്ട് കാണിച്ചു കൊടുത്തു. അവിടെ വേണം പള്ളി പണിയാൻ വേണ്ടിയിട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ദർശനം ഉണ്ടായി. അങ്ങനെ ആ സമയത്ത് അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ടിറിഡേറ്റ് മൂന്നാമൻ എന്ന രാജാവ് അവർ ഓൾറെഡി ക്രിസ്ത്യാനിറ്റീനെ അർമേനിയയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ക്രിസ്തു മതം ഉള്ള രാജ്യമായിട്ട് പ്രഖ്യാപിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെയും കൂടി ഇതിൽ ഇവർ ഈ ഒരു കത്തീഡ്രൽ അവിടെ പണിയുകയും പിന്നീട് അതിനെ സോവിയറ്റ് യൂണിയൻ്റെ കാലത്തും പേഷ്യൻസ് ആൾക്കാർ വന്നിട്ട് ഇവർക്ക് ഓപ്പോസിറ്റായിട്ട് കുറേ യുദ്ധങ്ങളും ഇവരെ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. ആ സമയത്തൊക്കെ ഇത് കുറേ പൊളിച്ച് കളയുകയും പിന്നീട് റിനോവേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തായിരുന്നു. പക്ഷേ സ്ഥലം ഇത് തന്നെ. എന്നിട്ട് ഇപ്പോൾ ഈ കാണുന്ന ഈ ബിൽഡിംഗ് ഉണ്ടല്ലോ, ഈ ബിൽഡിങ്ങിൻ്റെ അകത്താണ് ഇവരുടെ മ്യൂസിയം ഉള്ളത്. ആ മ്യൂസിയത്തിൻ്റെ അകത്ത് അന്നത്തെ കാര്യങ്ങളും എല്ലാം അവരവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് ബർത്തലോമി ഇവിടെ വന്നപ്പോഴത്തേക്കും യേശുവിനെ കുത്തിയ കുന്തത്തിൻ്റെ പീസ് കൊണ്ടുവന്നെന്ന് പറഞ്ഞില്ലേ, അതെല്ലാം നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ പള്ളിയുടെ അകത്തോട്ട് കയറി കഴിയുമ്പം തന്നെ സാധാരണ ബാക്കിയുള്ള അർമേനിയൻ പള്ളികളിൽ നിന്നും ഇത് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇവിടെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും പിക്ചേഴ്സൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവർ മെയിനായിട്ടും പറയുന്നത് ഇവരുടെ ഈ വോളിൽ ഇത് കണ്ടോ, മേലെ ഒരു 5 മാലാഖമാരുടെ ഫോട്ടോയാണ് വരച്ച് വെച്ചിരിക്കുന്നത്. അവർക്ക് 6 ചിറക് വീതമുണ്ട്. ഇവരാണ് ഡയറക്റ്റ് ഭൂമിയിൽ നിന്ന് നമ്മളുടെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ അടുത്തുണ്ട്. അതിൽ ഓരോ ചിറകും നമ്മുടെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള അതേ ഇത് തന്നെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 2 പറക്കാൻ, 2 അവർ ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുമ്പം മുഖം മറയ്ക്കാൻ, 2 പാദങ്ങൾ മറയ്ക്കാൻ, അങ്ങനെയൊക്കെ ആയിട്ട് നമുക്കത് ഓൾറെഡി ബൈബിളിൽ ആ ഒരു പോർഷൻ നമുക്ക് വായിക്കാൻ പറ്റും. അങ്ങനെ പിന്നെ അതുകൂടാണ്ട് ഇവിടെ ഓൾറെഡി ആ ഒരു ഇവരുടെ ഐതിഹ്യത്തിൽ പറയുന്നുണ്ടല്ലോ, ഒരു മാലാഖ വന്ന് സ്ഥാനം കാണിച്ചു കൊടുത്തു എന്ന്. ആ കാണിച്ചു കൊടുത്തു എന്ന് പറയപ്പെടുന്ന സ്ഥലമാണ് ഈ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു പീഠമാണ് വന്ന് സ്ഥാനം കാണിച്ചു കൊടുത്തിട്ട് അത് സെൻറ്ററാക്കിയിട്ട് ബാക്കിയുള്ള പള്ളി മുഴുവൻ പണിതെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഇവിടുന്ന് ആ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് നമുക്ക്
ക്യാമറയോ അങ്ങനത്തെ വീഡിയോ ഫോട്ടോസൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പെർമിഷൻ ഇല്ല. അതുകൊണ്ട് നമ്മൾ വീഡിയോ ഫോട്ടോസൊന്നും അവിടുത്തെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ പള്ളിയുടെ പുറത്ത് നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തായിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ പോയത് ഇവരുടെ ഒരു മെച്ചനൽ ഹൗസ് എന്നും പറഞ്ഞുകൊണ്ടൊരു, അവിടെ ശരിക്കും ഇതൊക്കെ റൂമുകളുണ്ട്. അതുകൂടാതെ ഇവരുടെ ആ ഒരു കൾച്ചർ കാണിക്കുന്ന രീതിയിലുള്ള ഒത്തിരി സംഭവങ്ങൾ അവരവിടെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മെച്ചനൻ ഹൗസിൻ്റെ ഓണറിൻ്റെ കീഴിലുള്ള ടൂർസ് ആൻഡ് ട്രാവൽസിലാണ് നമ്മളിപ്പം ഈ അർമേനിയൻ ട്രിപ്പ് വന്നിരിക്കുന്നത് കേട്ടോ. അതുപോലെ ഇവിടെ നമുക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത് ഇവർ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെയായിരുന്നു. ഇവിടെ ഒത്തിരി പ്രായം ചെന്ന ആൾക്കാരില്ലേ, അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു സോഷ്യൽ റെസ്റ്റോറൻറ്റ് പോലെയായിരുന്നു അവർ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പിന്നീട് അന്ന് അവർ യൂസ് ചെയ്തിരുന്ന ഫർണിച്ചറുകളും അന്നത്തെ ടി.വിയും കാര്യങ്ങളെല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നീട് അവരത് മാറ്റി അത് പൊതുവായിട്ട് എല്ലാവർക്കുമായിട്ടുള്ളൊരു സോഷ്യൽ റെസ്റ്റോറൻറ്റ് പോലെ കൺവേർട്ട് ആക്കുകയാണ് ചെയ്തത്. അതുപോലെ ഇവിടെ ഇവരുടെ റെസ്റ്റോറൻറ്റിൽ ഡഫ് ആൻഡ് ഡം ആയിട്ടുള്ള ആൾക്കാർ സർവീസ് ചെയ്യുന്നുണ്ട്. അതായത് ആ രീതിയിൽ ഇവർ ചാരിറ്റി അങ്ങനത്തെ എന്തൊക്കെയോ കുറേ പരിപാടികൾ ചെയ്യുന്നുണ്ടെന്നൊക്കെ പുള്ളിക്കാരൻ ഇങ്ങനെ ഓരോ സ്ഥലത്തോടെ നടന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ആ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന ആളാണ് കേട്ടോ ഇതിൻ്റെ മെയിനായിട്ടുള്ള, ഈ പുള്ളിക്കാരനാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ആൾ. പിന്നീട് അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്കവിടെ ഈ സോളാർ എനർജി യൂസ് ചെയ്തിട്ട് അവരവിടെ കുക്ക് ചെയ്യുന്ന ഒരു സംഭവം ആക്കി വെച്ചിട്ടുണ്ട്. അതവർ ചെറുതായിട്ടിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഈ ഒരു ഡിഷ് കണ്ടോ, ഈ ഒരു ഡിഷിൻ്റെ ഉള്ളിലേക്ക് സോളാർ എനർജി കൊണ്ടുവന്നിട്ട് അതിന് നടുക്കൊരു പാൻ വെച്ച് അതിൻ്റെ അകത്ത് കുക്ക് ചെയ്യുന്ന പോലെ. ഇപ്പം നമ്മളവിടെ ചെന്നപ്പോൾ അവരാ അവിടെ സൈഡിൽ പോർട്ടബിൾ ആയിട്ടുള്ള ചെറിയൊരു ഡിഷ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഓംലെറ്റ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത് ഈ കാണുന്നത്. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ പോയത് പോട്ടറി മേക്കിങ്ങിൻ്റെ ഒരു ചെറിയൊരു ഏരിയ ഇവർ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ സാധാരണ ടൂറിസ്റ്റിനെക്കാട്ടിലും കൂടുതൽ ഈ സ്കൂളുകളിൽ നിന്ന് പിള്ളേരെ എക്സ്കർഷന് വേണ്ടിയിട്ട് കൊണ്ടുപോകത്തില്ലേ, അങ്ങനെ കൊണ്ടുപോകുമ്പം പിള്ളേർക്കുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഏരിയ ഇവർ 2-3 സ്ഥലത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉള്ളതിൽ ഒരെണ്ണമായിരുന്നു ഈ പോട്ടറിയുടേത്. ഇവിടെ ഇപ്പം സിയനെ ഇരുത്തി അവർ ചെയ്യിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ സൈഡിൽ ജെയിംസും പോയിരുന്ന് ഈ പോട്ട് മേക്കിങ്ങിൻ്റെ അത് ചെറിയൊരു പാർട്ട് ചെയ്തു. ഇപ്പം നമുക്ക് ആദ്യം സിയ ചെയ്യുന്നതൊന്ന് കണ്ടു നോക്കാവേ. ആദ്യമൊക്കെ ഈ ചെളിയും വെള്ളം എല്ലാം കൂടെ കയ്യിലോട്ട് കിട്ടുമ്പോഴത്തേക്ക് അവൾക്കങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അത് കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈ കാണിച്ചുകൊണ്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്കത് ഇഷ്ടപ്പെട്ട് പിന്നെ അതിൽ തന്നെ ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. അതിൻ്റെ തന്നെ അപ്പുറത്തായിട്ട് വേറൊരു ചെക്കനിരുന്ന് ജെയിംസിനും ഈ പോട്ടറി ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ സിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയായിരുന്നു. അവർ ആ ഒരു കോലിൻ്റെ അകത്ത് തുണി ചുറ്റിയിട്ട് അതിൻ്റെ അകത്ത് വെള്ളം ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ കമ്പി ഇങ്ങനെ കൊടുത്തത്. അത് ഇഷ്ടപ്പെട്ട് അതിട്ട് ഇളക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ പാത്രത്തിൽ നമ്മൾ സ്പൂണിട്ട് ഇളക്കൂലേ എന്ന് പറഞ്ഞ പോലെ ആ ഒരു ഓർമ്മ വെച്ചിട്ടാന്ന് തോന്നുന്നു അതിട്ട് ഭയങ്കര ഉഷാറായിട്ട് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. പോട്ടറി ക്ലാസ് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ പിന്നെ കൊണ്ടുപോയത് ഒരു ഗ്യാലറിയിലേക്കാണ്. ഇവിടെ ശരിക്കും കുറേ പെയിൻറ്റിങ്ങാണ് ഉള്ളത്. ഇത് വേൾഡിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്ന് ഒരു പ്രത്യേക ദിവസം ഇവർ അനൗൺസ് ചെയ്യും. അപ്പോൾ ആ ദിവസം ആൾക്കാർ വന്ന് പെയിൻറ്റിങ് ഇവിടെ ചെയ്തിട്ട് അവിടെ തന്നെ വെച്ചിട്ട് പോകുന്നവരുണ്ട്, പിന്നെ അത് സെയിലാക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് കുറേ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ അവർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളൊരു സ്റ്റുഡിയോയാണ് ഇത്, തിയേറ്റർ, അതായത് ഈ ഡ്രാമ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു ഏരിയ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോയ വേറൊരു സ്ഥലം, ഇത് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ബ്രെഡാണ്. ഈ ബ്രെഡിൻ്റെ, അതായത് നമ്മളുടെ റൊട്ടി പോലത്തെ സംഭവം, ഇതിൻ്റെ പേര്
ലാവാഷ് എന്നാണ്. ഈ ലാവാഷ് ഉണ്ടാക്കുന്നത് നമ്മളെ കൊണ്ട് തന്നെ ഉണ്ടാക്കിപ്പിക്കുകയും ചെയ്യും. എന്നിട്ട് ഇതുപോലെ ഈ തന്തൂരി അടുപ്പില്ലേ, അങ്ങനത്തെ കൂട്ട് അടുപ്പിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇവർ അവിടുന്ന് തന്നെ ചെയ്ത് കുക്ക് ചെയ്ത് നമുക്കപ്പോൾ തന്നെ കഴിക്കാനും തരും. ഈ ഒരു ബ്രെഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ ബ്രെഡ് ഏതാണ്ട് 1 വർഷം വരെ കേടാവാണ്ട് വെക്കും എന്നാണ് പറഞ്ഞത്. അത്രയും നാളിത് കേടാവത്തില്ല. പിന്നെ ഇത് ഇവരുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റവും കൂടെയാണ്. ഈ ബ്രെഡ് ഇങ്ങനെ എടുത്ത് ഇതിൻ്റെ അകത്ത് പാസ്ലി ലീവ്സും ചീസും കൂടെ വെച്ച് റോൾ ചെയ്ത് ഇവർ അങ്ങനെ കഴിക്കും. അതൊക്കെയാണ് ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം. ഒരു വൺ ഓഫ് ദി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം അതാണ്. പോട്ടറി ക്ലാസ് എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് സിയാൻ്റെ ഉടുപ്പിലെല്ലാം ചെളിയായിരുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ അവൾക്ക് ചേഞ്ച് ആക്കി കൊടുത്തു. അന്നേരത്തേക്കും ഈ ബ്രെഡ് അവിടെ ഒരു കൊച്ച് സിയയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ അകത്ത് ലീഫെല്ലാം വെച്ചിട്ട്. അങ്ങനെ നമ്മളവിടെ ഇരിക്കുമ്പോഴത്തേക്കും അവിടെ ആ അടുപ്പിലേക്ക് വെക്കുന്ന ആ ഒരു പെണ്ണുങ്ങളുണ്ടല്ലോ, അവർ കൊടുത്തതാണ് സിയയ്ക്ക് ഈ ഒരു മോതിരം. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ആ ബ്രെഡ് ആക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ മുട്ടുകുത്തിയാണ് ഇരിക്കേണ്ടത്. മുട്ടുകുത്തിയിരുന്ന് ആ തലയിൽ വെച്ച് തന്നത് ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു തൊപ്പി പോലത്തെ സംഭവമാണ്. എന്നിട്ട് ആ മാവ് എടുത്ത് അവർ നമുക്ക് വെച്ച് തരും. എന്നിട്ട് സാധാരണ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തൂലേ അതുപോലെ, പക്ഷേ ശരിക്കും നല്ല തിന്നായിട്ട് പരത്തണം. നന്നായിട്ട് പൊടി ഇട്ടിട്ട് ഭയങ്കര തിന്നായിട്ട് പരത്തി അങ്ങനെ അവർ ആ ബ്രെഡ് ചെയ്യുന്നത്. You're doing it like a Romanian woman. ഇതിപ്പോൾ അത് കഴിഞ്ഞ് അവരവിടെ നിന്ന് ആ റൊട്ടി നമുക്ക് അപ്പുറത്തോട്ട് വീശി എറിഞ്ഞു കൊടുക്കുക ചെയ്യണ്ടേ. അതെങ്ങനെയാണെന്നുള്ളതും എല്ലാം പഠിപ്പിച്ചു തരിക. Stretch high. Give it to the Maybe it will drop there. എറിഞ്ഞോ? I'm afraid actually. Oh, okay. I'll try. Okay. You have to stretch it like this. ഞാനവിടെ സ്ട്രെച്ച് ചെയ്തതൊന്നും മതിയായില്ല. ഈ രീതിയിലാണ് സ്ട്രെച്ച് ചെയ്യേണ്ടതെന്നും അവർ പറഞ്ഞു. പിന്നെ ഈ തലേണ പോലെ കാണുന്ന ഇതിലേക്ക് ഇവർ നീളത്തിൽ വലിച്ചെടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടിത് മേലെ കുറേശ്ശെ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും. എന്നിട്ട് അടുപ്പിൻ്റെ അകത്തോട്ട് കയറ്റി അടിച്ചങ്ങ് സൈഡിലേക്ക് പതിപ്പിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അത്രയും വെച്ചിട്ട് ഈ ഒരു കമ്പി പോലത്തെ സാധനം ഉണ്ടല്ലോ, അത് ഒരു കുറച്ച് നേരം ഇരുന്നാൽ മതി. ആ ഇരുന്നപ്പോൾ തന്നെ അത് റെഡിയായി. എന്നിട്ട് അവിടെ നിന്ന് അതെടുത്ത് നേരെ പുറകിൽ ഈ ഒരു ബെഞ്ചിലേക്ക് വെച്ച് കൊടുക്കും. ആ ബെഞ്ചിൽ ഇതിപ്പം ഞാൻ ആക്കിയ ആ സെയിം റൊട്ടി തന്നെയാണ്. ആ ബെഞ്ചിൽ സൈഡിൽ കണ്ടോ ചീസും ഇരിപ്പുണ്ട്, ഇവരുടെ ആ ഒരു ലീഫും ഇരിപ്പുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ചെടുത്ത് ചുരുട്ടി അങ്ങനെ എടുത്ത് കഴിക്കുക ചെയ്യുന്നത്. ഇതാണ് ഇവരുടെ മെയിനായിട്ടുള്ള ഫുഡെന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ദിവസം നമ്മുടെ ഗൈഡായിട്ട് ഈ ഒരു കൊച്ചായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ പോയത് വൈൻ ടേസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. അതും ഇവരുടെ തന്നെ സബ്ബായിട്ടൊരു സൈഡിൽ ഒരു ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ സൈഡിൽ ചീസ് അങ്ങനത്തെ സ്നാക്സൊക്കെ നമുക്ക് വെച്ച് തന്നിട്ടുണ്ട്. പിന്നെ ആ വൈൻ ടേസ്റ്റിങ്ങിന് ഓരോ വൈൻ്റെ പ്രത്യേകതയും അത് എങ്ങനെയാണ്, എന്താ, അത് എവിടെ നിന്നാണ് ഉണ്ടായത്, അങ്ങനത്തെ കാര്യങ്ങൾ, എത്ര നാൾ പഴക്കമുണ്ട്, ഈ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു തന്ന് അങ്ങനെ ഓരോന്നും നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് അവർ നമുക്ക് തരുവാണ് ചെയ്തിരുന്നത്. ഇവർ ഈ കാണിക്കുന്ന ഈ ഒരു വൈൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഇന്ത്യയിൽ നിന്നൊരു പെണ്ണ് വന്നിട്ട് റിസർച്ച് ചെയ്ത് അവൾ ഡിറൈവ് ചെയ്തെടുത്ത വൈനാണ് ഇത്. അന്നേരത്തിൽ ഇന്ത്യനെ സൂചിപ്പിക്കുന്ന എന്തൊക്കെയോ സൈൻ ഉണ്ടെന്നോ അവരുടെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു തരികയായിരുന്നു. പിന്നെ ഈ ഒരു ബ്രെഡ്, ആ ലാവാഷ് ബ്രെഡിൻ്റെ അകത്ത് മിൻസ്ഡ് ആയിട്ടുള്ള മീറ്റ് വെച്ചിട്ട് സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഹരീസ് എന്നാണ് ആ ഫുഡിൻ്റെ പേര്. ആ ഗോതമ്പ് മീറ്റും എല്ലാം കൂടെ. പിന്നെ സിയയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഐസ്ക്രീമും ഡെസേർട്ട് ഐറ്റം ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അവരുടെ ബക്ലാവ്, അതായത് അവരുടെ മെയിൻ ആയിട്ടുള്ളൊരു സ്വീറ്റായിരുന്നു. പിന്നെ ഇത് ഫസ്റ്റ് ഡേ ഡോൾമ നമ്മൾ അന്ന് കഴിച്ചപ്പോൾ ഞാൻ ആ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെയായിരുന്നു നമ്മൾ ഓർഡറാക്കി അവിടുന്ന് കഴിച്ചിട്ടുള്ള ഫുഡ്. പിന്നെ സിയയ്ക്ക് വേണ്ടി ഒരു സൂപ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ തിരിച്ച് ഹോട്ടലിൽ വന്നു. എന്നിട്ട് അന്നത്തെ ദിവസം
ഡിന്നർ നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് തന്നെ കേട്ടോ പറഞ്ഞിരുന്നത്. കാരണം പുറത്ത് അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പുറത്ത് പോയൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.